ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊന്നൊരു പാസ്ത റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം ആദ്യം അതിനായിട്ട് നമുക്ക് ഇവിടെ പാസ്ത ഇവിടെ വേവിക്കാൻ വെക്കാം. പാസ്ത അല്ലെങ്കിൽ മക്രോണി ഇവിടെ വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു പാനിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിവിടെ പാസ്ത ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കാം. പാസ്ത ഒരുപാട് വെന്ത് കുഴയണ്ട, കുറച്ചൊന്ന് നന്നായിട്ട് വേവുമ്പോൾ നമുക്കത് ഊറ്റി മാറ്റിയെടുക്കാം. ഒരു പാനിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 2-3 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഗാർലിക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒന്ന് പൊടിയായിട്ടാണ് അരിഞ്ഞ് ചേർക്കുന്നത്. വലിയ രീതിയിലാണെങ്കിൽ വലിയതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വഴണ്ട് വരണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അത് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാട് വേവണ്ട, ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് കട്ടൊക്കെ മാറുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പ് പാലടക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ കട്ടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാല് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുക്കുന്നത്. നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ 1/4 ടീസ്പൂൺ താഴെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഒറിഗാനോ, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് അതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. 3 സ്ലൈസ് ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. ഇനി നമുക്കതിലേക്ക് സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേവിച്ച് വെച്ച മക്രോണി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പം നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് കുറച്ച് മല്ലിയില ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.